മാസം തികയാത്ത കുഞ്ഞുങ്ങൾക്ക് സ്വന്തം അമ്മയുടെ മുലപ്പാലില്ലെങ്കിൽ പല ആശുപത്രികളും നിലവിൽ കണ്ടുവരുന്ന പ്രവണത ഫോർമുല മിൽക്ക് അല്ലെങ്കിൽ കൃത്രിമമായ പൊടിപ്പാൽ കൊടുക്കുന്നതാണ്. ഇത് മൂലം ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ വളരെയധികമാണ്. ഇപ്പോൾ ഒരു വശത്ത് സ്വന്തം അമ്മയുടെ മുലപ്പാലില്ല, മറുവശത്ത് കുഞ്ഞുങ്ങൾക്ക് ഫീഡ് ചെയ്യാൻ വേണ്ടി നമുക്ക് ആർട്ടിഫിഷ്യൽ ഫീഡ്സ് ഒന്നും ഉപയോഗിക്കാൻ പറ്റാത്ത അവസ്ഥയും. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിലാണ് ഡോണർ മിൽക്ക് എന്ന് പറഞ്ഞ ഒരു ആശയം കൂടുതലായിട്ട് ഇമ്പോർട്ടൻസ് അർഹിക്കുന്നത്. നമ്മുടെ ഇന്ത്യയിൽ കുറേ അധികം വർഷമായി മിൽക്ക് ബാങ്ക് സംരംഭം തുടങ്ങിയിട്ട് ബോംബെയിലാണ് തുടങ്ങിയത്. കേരളത്തിൽ ആദ്യമായിട്ട് മെഡിക്കൽ കോളേജ് സെഷനിൽ വിഭാഗത്തിൽ നമ്മളാണ് ആദ്യമായിട്ട് തുടങ്ങിയത് 2021 സെപ്റ്റംബറിൽ. ആരോഗ്യമുള്ള അമ്മമാരിൽ നിന്ന് കളക്ട് ചെയ്യുന്ന പാല് ശേഖരിച്ച് അവർക്ക് കാര്യങ്ങൾ മനസ്സിലാക്കി ബ്ലഡ് ഡൊണേഷൻ പോലെ വോളണ്ടറി ആയിട്ടുള്ള ഡൊണേഷനാണ്. അതായത് എല്ലാം അറിഞ്ഞുകൊണ്ട് സ്വന്തം കുഞ്ഞുങ്ങൾക്ക് പാല് കൊടുത്തതിന് ശേഷം അധികമായിട്ടുള്ള പാല് ഡൊണേറ്റ് ചെയ്യുന്ന അമ്മമാരിൽ നിന്നാണ് നമ്മൾ ഇത് ശേഖരിച്ച് പാസ്ചറൈസേഷൻ പ്രക്രിയ വഴി പൂർണ്ണമായിട്ടും അണുവിമുക്തമാക്കുന്നു. നിർദ്ദിഷ്ട ടെമ്പറേച്ചറിൽ നമ്മൾ സ്റ്റോർ ചെയ്ത് വെച്ചിട്ടാണ് ഡോക്ടറിൻ്റെ പ്രിസ്ക്രിപ്ഷൻ, മരുന്ന് പോലെ ഡോക്ടറിൻ്റെ പ്രിസ്ക്രിപ്ഷൻ പ്രകാരമാണ് ഇത് NICUലുള്ള കുഞ്ഞുങ്ങൾക്ക് എത്തിച്ചു കൊടുക്കുന്നത്. അപ്പോൾ നമ്മുടെ 2021 സെപ്റ്റംബർ മുതലാണ് തുടങ്ങിയത്. കണക്കെടുത്ത് നോക്കുകയാണെങ്കിൽ ഏകദേശം 5000-ൽ പരം കുഞ്ഞുങ്ങൾക്ക് ഇതിൻ്റെ ഉപയോഗം കിട്ടിയിട്ടുണ്ട്. ഡോണർ മിൽക്കിൻ്റെ, ഹ്യൂമൻ ഡോണർ മിൽക്കിൻ്റെ ഉപയോഗം കിട്ടിയിട്ടുണ്ട്. അതേപോലെ തുടക്കത്തിൽ കുറച്ച് ഇതിനോടുള്ള ആക്സെപ്റ്റൻസ് കുറച്ച് കുറവായിരുന്നു. അമ്മമാർക്ക് ഇത് പുതിയൊരു കോൺസെപ്റ്റാണ് നമ്മുടെ അറ്റ്ലീസ്റ്റ് കോഴിക്കോടും കേരളത്തിലുള്ള അമ്മമാർക്ക്. പക്ഷേ അത് കൂടുതലായിട്ട് മനസ്സിലാക്കും തോറും നമുക്ക് ഇങ്ങോട്ട് വന്നിട്ടുള്ള ആരോഗ്യമുള്ള ദാതാക്കളുടെ എണ്ണം കൂടുതലാണ്, ആക്സെപ്റ്റൻസ് കൂടി വരുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ആശയം സമൂഹത്തിലേക്ക് എത്തിച്ചു കൊടുക്കാനും ഇപ്പോൾ കൂടുതലായിട്ട് സാധിക്കുന്നുണ്ട്.